നമുക്കിന്നിവിടെ ഈ കാണുന്ന വൈഫൈ എക്സ്റ്റൻഡർ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാൻ നോക്കാം. ഇതൊരു യൂസ്ഡ് വൈഫൈ എക്സ്റ്റൻഡറാണ്. നിങ്ങൾക്കിതൊരു പുതിയ എക്സ്റ്റൻഡറിലും ഇതേ കോൺഫിഗറേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നെറ്റ്ഗിയറിനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് TP ലിങ്കിൻ്റെ ആവാം, വേറെ D-ലിങ്കിൻ്റെ ആകാം. പല കമ്പനികളുടെ നമുക്കിതുപോലെ വൈഫൈ എക്സ്റ്റൻഡറുകൾ കിട്ടും. അത് കോൺഫിഗറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ യൂസ്ഡ് ആകുമ്പോൾ ജസ്റ്റ് നമ്മളതിൻ്റെ ഇതിനൊരു ഫാക്ടറി റീസെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, ഒരു ഹോൾ കാണാൻ പറ്റും. സോ അവിടെ ഇതുപോലത്തെ ഒരു സിം ഇജക്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഹോളിൽ ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീസെറ്റ് ആവും. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ റീസെറ്റ് ആവും. സോ നമുക്കത് ഒരു പുതിയ ഒരു എക്സ്റ്റൻഡറിൽ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന പോലെ തന്നെ യൂസ്ഡും നമുക്കപ്പോൾ ചെയ്യാൻ പറ്റും. ഇൻ കേസ് അത് യൂസ്ഡിലാണ് നമ്മളിതുപോലെ വീണ്ടും ഒന്ന് കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ സ്ഥലത്തോട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം. ഞാൻ ഓൾറെഡി റീസെറ്റ് ചെയ്ത് വച്ചേക്കുകയാണ്. സോ നമുക്കതിൽ നേരിട്ട് തന്നെ എങ്ങനെയാണ് ഇത് കോൺഫിഗറേഷൻ ചെയ്യുന്നത്, എക്സ്റ്റൻഡറായിട്ട് കോൺഫിഗറേഷൻ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ വൈഫൈയുടെ സെറ്റിങ്സിലോട്ട് പോകാം. വൈഫൈയുടെ സെറ്റിങ്സിലൂടെ നിങ്ങൾക്ക് കാണാം നെറ്റ്ലിങ്ക് എന്ന് പറഞ്ഞൊരു മോഡത്തിൽ ഇത് ഓൾറെഡി എൻ്റെ മൊബൈലിൽ അത് കണക്റ്റഡാണ്, വൈഫൈ കണക്റ്റഡാണ്. സോ നമുക്കിതിനകത്ത് ഈ നെറ്റ്ലിങ്ക് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് കാണാം ഒരു നെറ്റ്ഗിയർ എക്സ്റ്റൻഡർ എന്നാണ്. ഈ നെറ്റ്ഗിയർ എക്സ്റ്റൻഡറാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ആ ഒരു നെറ്റ്ഗിയറിൻ്റെ ഒരു വൈഫൈ ആണ് അവിടെ കാണിക്കുന്നത്. അതായത് ഒരു എക്സ്റ്റൻഡറിൻ്റെ വൈഫൈ ആണ് കാണിക്കുന്നത്, നെറ്റ്ഗിയർ എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞത്. സോ നമുക്ക് ആ നെറ്റ്ലിങ്കിൽ നിന്നിട്ടും ഇത് നെറ്റ്ലിങ്ക് എക്സ്റ്റൻഡറിലാക്കി മാറ്റണം. അതായത് ആ നെറ്റ്ഗിയർ താഴ്ത്തിരിക്കുന്ന, അതായത് നമ്മളിവിടെ ഇരിക്കുന്ന ഒരു നെറ്റ്ഗിയർ നെറ്റ്ലിങ്ക് മോഡത്തിൽ നിന്നും അതിൻ്റെ ഒരു എക്സ്റ്റൻഡറായിട്ട് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതിന് അതിൻ്റെ ഒരു എക്സ്റ്റൻഡറാക്കി മാറ്റാനായിട്ടാണ്. അതായത് ഒരു നെറ്റ്ലിങ്ക് എക്സ്റ്റൻഡറാക്കിയിട്ട് മാറ്റാനായിട്ടാണ്. ആ മോഡത്തിൽ നിന്ന് ഒരു എക്സ്റ്റൻഡറായിട്ടാണ് ഇതിനെങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ആ ഒരു കോൺഫിഗറേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു നെറ്റ്ഗിയർ എക്സ്റ്റൻഡറിൽ ക്ലിക്ക് ചെയ്യുക. വെറുതെ ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. കാരണം ഓട്ടോമാറ്റിക്കലി നെറ്റ്ഗിയർ വരുന്നത് ഡിഫോൾട്ട് ഓപ്ഷനിൽ വരുന്നത് വേറെ പാസ്വേഡ് ഉണ്ടാവില്ല. ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അത് കണക്റ്റഡ് ആവും. പാസ്വേഡ് ഇട്ടതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റീസെറ്റ് ചെയ്താൽ ഒരു ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് കണക്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് ഓപ്പൺ ആയിട്ട് വരും. അത് നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് അത് ക്ലോസ് ചെയ്ത് കളയാം. അല്ലാണ്ട് തന്നെ നമുക്കത് ചെയ്യാം. സോ ആ ഒരു ഇപ്പോൾ ഇവിടെ കാണാം അതിനകത്ത് നോ ഇൻ്റർനെറ്റാണ് കാണിക്കുന്നത്, ലിമിറ്റഡ് കോൺഫിഗറേഷൻ ആണ്. സോ നമുക്ക് അതിൻ്റെ കോൺഫിഗർ ചെയ്യണം എങ്ങനെയാണ് നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ ഈ നെറ്റ്ഗിയർ എക്സ്റ്റൻഡറിൻ്റെ നമുക്ക് അതിനകത്തോട്ട് അതിൻ്റെ മോഡം പേജിലോട്ട് കയറാനുള്ള ആ ഒരു IP ഉണ്ട്. ആ IP ഏതാണെന്ന് നമുക്ക് നോക്കാം. ആ IP നോക്കാനായിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഈ ഒരു സൈഡിലുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റൂട്ടർ IP കാണാൻ പറ്റും. 192.168.168.1.250 എന്നുള്ള ഒരു IP നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ അതിനെ നമ്മൾ നമ്മുടെ ക്രോം എടുക്കുക. ക്രോമിൽ ഈ ഒരു IP അടിച്ചു കൊടുക്കുക. 192.168.1.250 കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ നേരെ ഇതിൻ്റെ ആ ഒരു നെറ്റ്ഗിയറിൻ്റെ കോൺഫിഗറേഷൻ പേജിലോട്ട് പോകും. സോ ആ ഒരു കോൺഫിഗറേഷൻ പേജിലോട്ട് പോകുമ്പോൾ അവിടെ ന്യൂ എക്സ്റ്റൻഡർ സെറ്റപ്പ് എന്നാണ്. അതായത് ഒരു പുതിയ എക്സ്റ്റൻഡർ സെറ്റപ്പിലോട്ട് തന്നെ യൂസ്ഡ് എക്സ്റ്റൻഡർ ആയാലും നമ്മളത് റീസെറ്റ് ചെയ്യുമ്പോൾ അത് ഇതുപോലത്തെ ഒരു ഓപ്ഷനിൽ വരും. പുതിയ എക്സ്റ്റൻഡർ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ കിട്ടിക്കോളും. അവരത് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതുപോലെ ഒരു ന്യൂ എക്സ്റ്റൻഡർ സെറ്റപ്പ് എന്ന് പറഞ്ഞ് വരും. അവിടെ നമ്മൾ ആ ഒരു ന്യൂ എക്സ്റ്റൻഡർ സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതായത് നമ്മളുടെ ഒരു ഇമെയിൽ ID അവർ ചോദിക്കും. അപ്പോൾ ഒരു ഇമെയിൽ ID, ഇപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ ID ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇമെയിൽ ID കൊടുക്കുക. അതിൻ്റെ താഴത്ത് ഒരു പാസ്വേഡ് ചോദിക്കും. സോ പാസ്വേഡ് നമുക്ക് ഇമെയിൽ ID തന്നെ പാസ്വേഡ് കൊടുക്കണമെന്നില്ല. ഇത് ഇവർ ചോദിക്കുന്നത് ഇമെയിൽ ID പാസ്വേഡ് അല്ല, ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു മോഡം പേജിലോട്ട് എൻ്റർ ആകാനുള്ള ഒരു പാസ്വേഡാണ് ചോദിക്കുന്നത്. അത് പിന്നീട് നമുക്ക് ഇതുപോലെ തന്നെ മോഡം പേജല്ല എക്സ്റ്റൻഡറിൻ്റെ പേജിലോട്ട് കയറാനായിട്ട് ആവശ്യമായിട്ട് വരും. ഞാനിവിടെ ജസ്റ്റ് ഒന്നുകൂടി ഇട്ട് വരെയാണ് കൊടുക്കുന്നത്. 1 2 3 4 5 6 7 8 എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നുകൂടി റീടൈപ്പ് എന്ന് പറയുന്നുണ്ട്. അവിടെ 1 2 3 4 5 6 7 8 എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുക്കുക. അതായിട്ടൊരു സെലക്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഇത് കൊടുക്കാം, എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ സിറ്റിയാണ് കൊടുക്കുന്നത്. സിറ്റി നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. എറണാകുളമെന്നോ എന്തെങ്കിലും നമുക്ക്, അതായത് അവർ ചോദിക്കുന്നതിൻ്റെ ഉത്തരം നമ്മൾ അടിച്ചാൽ മതി. അത് തന്നെ കൊടുത്തിട്ടുണ്ടാവും, ചോദ്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും നമുക്കത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് എൻ്റർ ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പം പ്ലീസ് വെയിറ്റ് എ മൂമെൻറ്റ് കൊടുക്കും, വരും.
അത് കഴിഞ്ഞ് അത് സെർച്ച് ചെയ്യും. അതായത് ഈ എക്സ്റ്റൻഡറിന് എവിടേക്കാണ് ഇതിൻ്റെ വൈഫൈ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞ് കാണാൻ നിൽക്കുന്നത്. അപ്പോൾ അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് മൊത്തത്തിൽ ഏതൊക്കെ വൈഫൈ ആണ് നിലവിൽ അവൈലബിൾ ഉള്ളത്, അതായത് ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ഉള്ളത് എന്നുള്ളതിൻ്റെ തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് വൈഫൈ വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും സിഗ്നലായിട്ട് വന്നിരിക്കുന്നത് ഒരു മെഷ് വൈഫൈ എന്നുള്ളത്, അതും ഇവിടെ തന്നെ ഉള്ളതാണ്. നമുക്ക് വേണ്ടത് നെറ്റ്ലിങ്കാണ്. അതിൻ്റെ തൊട്ട് താഴത്ത് കാണിച്ചിരിക്കുന്നത് നെറ്റ്ലിങ്കാണ്. ആ നെറ്റ്ലിങ്കിൻ്റെയാണ് നമ്മളിത് എക്സ്റ്റൻഡർ ആക്കാൻ ഉപയോഗിക്കുന്നത്. സോ അവിടെ ആയിട്ടുള്ള ആ ഒരു ടിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ നെറ്റ്ലിങ്കുമായിട്ട് നമുക്കിതിനെ എക്സ്റ്റൻഡർ ആക്കണം. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. അതായത് സെക്യൂരിറ്റി ചോദിച്ചിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അതായത് ഈ നെറ്റ്ലിങ്കിൻ്റെ, അതായത് ഞാൻ എൻ്റെ നെറ്റ്ലിങ്ക് മോഡൽ തന്നെയാണ് ചോദിച്ചേക്കുന്നത്, പാസ്വേഡാണ് ചോദിച്ചേക്കുന്നത്. അതായത് നെറ്റ്ലിങ്ക് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ പാസ്വേഡാണ് അടിക്കാൻ പറഞ്ഞത്. സോ അവിടെ ഞാൻ ആ പാസ്വേഡ് ഇപ്പോൾ താഴത്ത് കൊടുത്തേക്കുന്നത് എന്താണ് നെറ്റ്ലിങ്ക്, അതിൻ്റെ ഒരു പാസ്വേഡ്, അതായത് പാസ്വേഡ് വേണം ഇവിടെ എൻ്റർ ചെയ്യാൻ. നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ് അല്ല, അതായത് ആ നെറ്റ്ലിങ്കിൻ്റെ പാസ്വേഡ് അതിവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കത് ഇവിടെ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം അതിൻ്റെ SSID, അതായത് നെറ്റ്വർക്കിൻ്റെ ഈ ഒരു എക്സ്റ്റൻഡറിൻ്റെ SSID അവിടെ നെറ്റ്ലിങ്ക് എക്സ്റ്റൻഡർ എന്നുള്ളൊരു പേരിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് പേര് മാറ്റണമെങ്കിൽ ഇവിടെ അത് മാറ്റി അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വേറെ എന്താണോ നമുക്ക് ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നെറ്റ്ലിങ്ക് എക്സ്റ്റൻഡർ എന്നുള്ളതിൻ്റെ നെറ്റ്ലിങ്ക് EXT എന്നുള്ള പേരിൽ വരും. അതിൻ്റെ താഴെ തന്നെ സെയിം ആസ് എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് പാസ്വേഡ്, അതായത് ആ നെറ്റ്ലിങ്കിൻ്റെ പാസ്വേഡ് തന്നെ മതിയെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, നെക്സ്റ്റ് അടിക്കാം. ഇല്ല നമുക്ക് ആ നെറ്റ്ലിങ്കിൻ്റെ പാസ്വേഡ് അല്ല, നമുക്ക് വേറൊരു പാസ്വേഡ്, അതായത് എക്സ്റ്റൻഡറിന് സെപ്പറേറ്റ് പാസ്വേഡ് ഇടണമെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ഡിഫറെൻറ്റ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് പാസ്വേഡും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സെയിം അതേ പാസ്വേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ മാറ്റം വരുത്തുന്നില്ല. നെറ്റ്ലിങ്ക് എക്സ്റ്റൻഡറിന് പേരും കാണിക്കും, നെറ്റ്ലിങ്കിൻ്റെ അതേ പാസ്വേഡ് തന്നെ ഈ എക്സ്റ്റൻഡറിന് പാസ്വേഡായിട്ട് വരും. സോ ഇവിടെ എന്നിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഈ കാണുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അപ്ലൈ ഫോർ യുവർ സെറ്റിങ്സ് എന്ന് പറയും, അപ്ലൈ യുവർ സെറ്റിങ്സ് എന്ന് പറയും. സോ ദിസ് മേ ടേക്ക് അപ് ടു എ മിനിറ്റ്, ഒരു മിനിറ്റ് സമയം എടുക്കുമെന്ന് പറയും. സോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാണാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈഫൈ അവിടെ കട്ടായി. അതിൻ്റെ അർത്ഥം നമുക്ക് ആ ഒരു എക്സ്റ്റൻഡറിൻ്റെ കോൺഫിഗറേഷൻ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. എന്നാലും കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം, അതിൻ്റെ ഒരു കംപ്ലീഷൻ വന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന വൈഫൈ എന്ന് പറഞ്ഞാൽ നെറ്റ്ലിങ്കിലാണ്, അത് ഡയറക്റ്റ് നെറ്റ്ലിങ്കിലോട്ട് പോയൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, നമുക്കത് മാറിയോ എന്ന് നോക്കാം. ജസ്റ്റ് അതിൻ്റെ വൈഫൈ സെറ്റിങ്സ് ഒന്ന് നോക്കാം. വൈഫൈ സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നെറ്റ്ലിങ്ക് അവിടെ കാണിക്കുന്നുണ്ട്, നമുക്കവിടെ ഇത് കാണാം, നെറ്റ്ലിങ്ക് എക്സ്റ്റൻഡർ എന്നുള്ള പേര് വന്നു. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, നെറ്റ്ലിങ്കിന് പുറമെ നെറ്റ്ലിങ്ക് EST എന്നുള്ള പേര് വന്നു. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവുന്നുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുകയും ചെയ്തു, ഇപ്പോൾ നെറ്റ് വരികയും ചെയ്തു. കാരണം നമ്മൾ അതേ സെയിം പാസ്വേഡ് തന്നെ ഇവിടെ കൊടുത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയി. ഡിഫറെൻറ്റ് പാസ്വേഡായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പാസ്വേഡ് അടിച്ചിട്ട് എക്സ്റ്റൻഡറിലേക്ക് കയറേണ്ടി വരും. ഇപ്പോൾ അതല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ അത് കണക്റ്റ് ആവുകയും ചെയ്തു. അവിടെയും നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു റൂട്ടറിലാണെങ്കിലും ആ ലൈറ്റ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് അപ്പായിട്ടുണ്ട്, ഡിവൈസ് അപ്പായിട്ട് കാണിക്കും. റൂട്ടറിൻ്റെയും ഡിവൈസിൻ്റെയും ലൈറ്റൊക്കെ കത്തി, രണ്ടിൻ്റെയും കത്തി, എല്ലാം ഗ്രീൻ ലൈറ്റ് കത്തിയിട്ട് അപ്പായതായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കാനായിട്ട് കാണാം. സോ ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്കൊരു നെറ്റ്ലിങ്കിൻ്റെ ആയാലും TP-ലിങ്കിൻ്റെ ആയാലൊക്കെ എക്സ്റ്റൻഡറുകൾ കോൺഫിഗറേഷൻ ചെയ്യാം. മറ്റുള്ള എക്സ്റ്റൻഡറുകളിൽ ചില എക്സ്റ്റൻഡറുകളിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതുപോലെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഒട്ടുമിക്ക എല്ലാത്തിനും തന്നെ ഇതുപോലെ നമുക്ക് അതിൻ്റെ എക്സ്റ്റൻഡറിൻ്റെ പേജിൽ കയറിയിട്ട് ഇതുപോലെ എക്സ്റ്റൻഡർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.